നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ തിരിച്ചടികൾ തടുക്കാനാകാതെ പാകിസ്ഥാൻ കുഴങ്ങിയത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്താൽ തന്നെയാണ്. ചൈനയെ അമിതമായി എന്ന് പറഞ്ഞാൽ അന്ധമായി വിശ്വസിച്ച പാകിസ്ഥാനെ പക്ഷേ ചൈന നൽകിയ ആയുധങ്ങളൊക്കെ തന്നെ തൻ്റെ കൺമുൻപിൽ പൊട്ടിത്തെറിക്കുന്നതാണ് കാണാനായിട്ട് സാധിച്ചത്. ചൈനയിൽ നിന്ന് വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർജ്ജീവമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നിടത്താണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. ഈ ചൈനീസ് സാങ്കേതിക വിദ്യകളെ അനായാസം പൊളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി പാകിസ്ഥാൻ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു വിന്യസിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കണ്ടെത്താൻ ചൈനീസ് സംവിധാനത്തിന് പക്ഷേ കഴിയാതെ പോയി. വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ജാം ചെയ്യുകയും അതിൻ്റെ മറവിൽ 23 മിനിറ്റുകൾ കൊണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ വ്യോമസേന കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തു. ഒന്ന് ആലോചിക്കുക, 9 കേന്ദ്രങ്ങളിലായിട്ട് വെറും 23 മിനിറ്റ് മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ അല്പം കൂടി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മേഖലയിൽ വ്യോമ മേധാവിത്വം ആർക്കാണെന്ന് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിദേശ സാങ്കേതിക വിദ്യകളെക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ അടക്കമുള്ളവയാണ് പ്രതിരോധത്തിൽ ഇന്ത്യക്ക് തുണയായി മാറിയത്. ഇന്ത്യയിലെ നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ ചെറുക്കുന്നതിനും തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സഹായകരമായി. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അയച്ച ചൈനീസ് PL-15 മിസൈലുകളും തുർക്കിയുടെ ഡ്രോണുകളും റോക്കറ്റ് ആക്രമണങ്ങളും ഇന്ത്യ വിജയകരമായി നിർവീര്യമാക്കിയത്. മികച്ചവയെന്ന് കരുതി പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യകളുടെയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുടെയും മുന്നിൽ നിഷ്പ്രഭമായി തീർന്നു. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ചതിൽ കൂടുതലും ഇന്ത്യ വികസിപ്പിച്ച ആയുധങ്ങളായിരുന്നുവെന്നതും ഇക്കാര്യത്തിൽ മേധാവിത്വം നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും പരീക്ഷണ വേദി കൂടിയായിരുന്നു. യുദ്ധ സാഹചര്യങ്ങളിൽ എത്രത്തോളം ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഫലപ്രദമാണെന്ന് വിലയിരുത്താനായി. മറ്റേത് വിദേശ സംവിധാനങ്ങളോട് കിടപിടിക്കുന്നവയാണ് ഇവയെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുമായി. ഏതായാലും ഇനി ഇന്ത്യൻ ആയുധങ്ങൾക്ക്, പ്രത്യേകിച്ച് തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളുടെ മാർക്കറ്റിംഗ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഗ്രാഫ് കുതിച്ചുയരാൻ പോകുന്ന വർഷം കൂടിയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതേസമയം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്ക് നേടാനായെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കം വ്യക്തമാക്കുകയാണ്. 4 ദിവസത്തോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമത്താവളങ്ങളും അടക്കം ലക്ഷ്യമിട്ടതിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക വ്യോമത്താവളങ്ങൾക്ക് വ്യക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടുനിന്ന 4 ദിവസത്തെ സൈനിക ഏറ്റുമുട്ടൽ 2 ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള അരനൂറ്റാണ്ടിലെ ഏറ്റവും വിപുലമായ പോരാട്ടമായിരുന്നു. ഇരുപക്ഷവും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പരസ്പരം വ്യോമ പ്രതിരോധം പരീക്ഷിക്കുകയും സൈനിക സൗകര്യങ്ങൾ ആക്രമിക്കുകയും ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായി അവകാശപ്പെട്ടു. ആക്രമണങ്ങൾ വ്യാപകമായിരുന്നെങ്കിലും അവകാശപ്പെട്ടതിനേക്കാൾ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പാകിസ്ഥാനാണെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കം പറയുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഹൈടെക് യുദ്ധത്തിന്റെ പുതിയ യുഗത്തിൽ ഇരുവശത്തുമുള്ള ആക്രമണങ്ങൾ ഇമേജറി പരിശോധിച്ചുറപ്പിച്ചതിനനുസരിച്ച് ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിടുന്നതിലാണ് ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്ന് 100 മൈലിൽ താഴെ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ബൊളാരി വ്യോമത്താവളത്തിലടക്കം ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണത്തിൽ വ്യക്തമായ കേടുപാടുകൾ ഇവിടെ അടക്കം സംഭവിച്ചതായി ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും റിപ്പോർട്ട്. പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിനും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഏകദേശം 15 മൈൽ പരിധിയിലടക്കം ഇന്ത്യക്ക് ആക്രമണം നടത്താനായതടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മെയ് 10 റഹീം യാർ ഖാൻ വിമാനത്താവളത്തിലെ റൺവേ പ്രവർത്തനക്ഷമമല്ലെന്ന് പാകിസ്ഥാൻ ഒരു നോട്ടീസ് നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും
ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്നതും പാകിസ്ഥാന് ഇരുണ്ട നാളുകളാണ്. സിന്ധു നദീജല കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാവാമെന്ന നിലപാടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പിന്നിൽ വന്നതിന് പിന്നാലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം വരുന്ന റിപ്പോർട്ടുകൾ. ഇതാദ്യമായാണ് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത്. കരാർ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള കത്തിലാണ് പാകിസ്ഥാന് നിർദ്ദേശമെന്നാണ് സൂചന. കരാർ പുതുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നേരത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു. ഇത് പുനഃപരിശോധിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിലാണ് ഉടമ്പടി ഒപ്പിട്ടത്. 9 വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമായത്. കരാർ പ്രകാരം സിന്ധു ജലം ചൈന പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാനും, രവി, ബ്യാസ്, സത്ലജ് കിഴക്കൻ നദികൾ ഇന്ത്യക്കും, അതിലെ ജലം ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ പ്രധാനമാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ശരിക്കും ഉലയ്ക്കും. ഇന്ത്യ മുന്നറിയിപ്പ് നൽകാതിരുന്നാൽ നദിയിലെ വെള്ളപ്പൊക്കം ജലബോംബായി പാകിസ്ഥാനിൽ കനത്ത നാശം വിതയ്ക്കും. സിന്ധു നദി ടിബറ്റൻ മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യ വഴിയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത്. സിന്ധു നദീതടത്തെ അത്രയധികം ആശ്രയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ആയുധം കൊടുത്ത് ആളായി ഇന്ത്യൻ ടൂറിസ്റ്റുകളെ നഷ്ടപ്പെട്ടതോടെ തുർക്കിയും ഇപ്പോൾ കാലുപിടിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ അഭിമാന വിജയം നമ്മൾ ആഘോഷിക്കെ എതിരാളികളുടെയൊക്കെ തന്നെ സ്ഥിതി ഇതാണ്. വെള്ളമുട്ടിയതോടെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാക് ജനത. പ്രതിഷേധം രൂക്ഷമാകുന്നത് കണ്ടാണ് സിന്ധു ജലം തടയരുതെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പാക് ജലവിഭവ സെക്രട്ടറി സെയ്ദ് അലി മിർസ കേന്ദ്ര ജലവിഭവ സെക്രട്ടറിക്കാണ് കത്തയച്ചത്. മറുപടി നൽകിയിട്ടില്ല. ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നത്. അതേസമയം 22 ദിവസം കസ്റ്റഡിയിൽ വെച്ച BSF ജവാൻ പൂർണ്ണം കുമാർ ഷായെ പാകിസ്ഥാൻ വിട്ടു നൽകിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത പാക് റേഞ്ചറെ ഇന്ത്യയും മോചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 അട്ടാരി അതിർത്തിയിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഷായെ കൈമാറിയത്. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം കുടുംബത്തോടൊപ്പം വിടും. 40-കാരനായ ഷാ 17 വർഷമായി BSFിലുണ്ട്. ഏപ്രിൽ 23-ന് പഞ്ചാബിലെ ഫിറോസ്പൂരിൽ കർഷകർക്ക് സംരക്ഷണം നൽകവെയാണ് അബദ്ധത്തിൽ അതിർത്തി ലംഘിക്കുകയായിരുന്നു. നിരവധി ഫ്ലാഗ് മീറ്റിംഗുകൾ നടന്നെങ്കിലും പാകിസ്ഥാൻ മോചിപ്പിക്കാതെ ഒളിച്ചുകളി തുടരുകയായിരുന്നു. ഷായെ അതിർത്തിയിൽ നിന്ന് മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതിനിടെയാണ് പാക് റേഞ്ചർ BSFിന്റെ പിടിയിലായത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കിയിലേക്ക് അസർബൈജാനിലേക്കുമുള്ള വിനോദയാത്രകൾ ഇന്ത്യക്കാർ കൂട്ടത്തോടെ റദ്ദാക്കുകയാണ്. ഇതോടെ ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, മേക്ക് മൈ ട്രിപ്പ് ഉൾപ്പെടെ പ്രമുഖ ഓൺലൈൻ യാത്രാ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ നിർത്തിവെച്ചു. ഇന്ത്യൻ സഞ്ചാരികൾ യാത്ര റദ്ദാക്കരുതെന്ന് തുർക്കി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തുർക്കിക്കെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം വ്യാപകമാണ്. പാകിസ്ഥാൻ ആയുധം നൽകുന്നവരെ ഒഴിവാക്കണം, റഷ്യ, അർമേനിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് എല്ലാവരും സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ അറിഞ്ഞും അറിയാതെയൊക്കെ തന്നെ സഹായിച്ച രാജ്യങ്ങൾ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷമാണ് ശരിക്കും ഇന്ത്യയെ കൊണ്ട് എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അനുഭവിച്ചറിയാൻ പോകുന്നത്.